വെൽക്കം ബാക്ക് ടു ഷീനൂസ് ചാനൽ. ഇന്നത്തെ വീഡിയോ ഉണ്ടല്ലോ, നമ്മുടെ ഓർക്കിഡ്സിൻ്റെ സീഡ്ലിങ്സ് ഒക്കെ ഉണ്ടല്ലോ, നമ്മൾ പോട്ട് ചെയ്തിട്ടുണ്ടാവുമല്ലോ. അത് പോട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ എപ്പോഴാണ് ഫസ്റ്റ് ഫെർട്ടിലൈസിങ് ചെയ്യേണ്ടത് എന്നുള്ളൊരു വീഡിയോ ആണ് കേട്ടോ ഞാനിന്ന് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോസ് സബ്സ്ക്രൈബ് ചെയ്യാണ്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടൊന്ന് സപ്പോർട്ട് ചെയ്യുക കേട്ടോ നിങ്ങൾ, എന്നിട്ട് കാണാൻ ശ്രമിക്കുക. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഞാനിത് ഒരു മാസം മുന്നേ പോട്ട് ചെയ്ത ഓർക്കിഡിൻ്റെ സീഡ്ലിങ്സാണ് കേട്ടോ. ഞാൻ കുറച്ച് സീഡ്ലിങ്സ് പോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ഇത് പുതിയ റൂട്ട്സൊക്കെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ലൈറ്റ് ഗ്രീൻ കളറിലാണ് കേട്ടോ റൂട്ട്സ് വന്നിട്ടുള്ളത്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇത് വളരുന്നുണ്ട് കേട്ടോ, കേടൊന്നും വന്നിട്ടില്ല. ഞാനിത് ഷെയ്ഡിലാണ് മഴ കൂടുതലായപ്പോൾ ഹാങ് ചെയ്തിട്ടുണ്ടായിരുന്നു സീഡ്ലിങ്സ് പോട്ട് ചെയ്ത അവസരം. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ഞാനത് പുറത്തേക്ക് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മഴവെള്ളം കുറച്ചൊക്കെ തട്ടുന്നത് ഓർക്കിഡ്സിന് നല്ലതാണ് കേട്ടോ, നന്നായിട്ട് തന്നെ ഗ്രോത്ത് ഉണ്ടാവും. അപ്പോൾ നമ്മുടെ റൂട്ട്സൊക്കെ വന്നിട്ട് നിങ്ങൾക്ക് വീഡിയോയിൽ കാണാൻ പറ്റും. ഈ സമയത്താണ് നമ്മൾ ഫസ്റ്റ് ഫെർട്ടിലൈസർ ചെയ്ത് കൊടുക്കേണ്ടത് കേട്ടോ. അപ്പം ആദ്യം തന്നെ ഗ്രോത്തിനായിട്ടുള്ളത് നമ്മൾ കൊടുക്കണം. ഗ്രോത്തിനായിട്ട് ഞാൻ കൊടുത്തിട്ടുള്ളത് NPK 19-19-19 കേട്ടോ കൊടുത്തിട്ടുള്ളത്. അത് നമുക്ക് ചെടിയുടെ വളങ്ങളൊക്കെ വിൽക്കുന്ന കടകളിലൊക്കെ നമുക്ക് കിട്ടുന്നതാണ് കേട്ടോ. പുതിയ ഷൂട്ട്സൊക്കെ വന്നിട്ടുള്ളത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പോൾ ഞാനതൊരു 1/2 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിൽ ഡയലൂട്ട് ചെയ്തിട്ട് സ്പ്രേ ചെയ്ത് കൊടുത്തതാണ്. തണ്ടിലും അതുപോലെ തന്നെ ഇതിൻ്റെ ലീഫിലൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പം നമുക്കിത് നന്നായിട്ട് ഗ്രോത്ത് ഉണ്ടാവും. പിന്നെ നമ്മുടെ ഈ ചാർക്കോളൊക്കെ ഈ റൂട്ടിൻ്റെ മീതായിട്ട് കിടക്കുന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം കേട്ടോ കുറച്ച്. അങ്ങനെ ചെയ്യുമ്പോഴാണ് അതിന് റിലാക്സ് ആയിട്ട് വളരാൻ പറ്റുള്ളൂ. ഇത് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നാണ് മുന്നേ മെച്ചേർഡ് ആയിട്ടുള്ള ഓർക്കിഡ്സ്. അതിലൊക്കെ പുതിയ ലീഫൊക്കെ വന്ന് മൊട്ട് വരെ വന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇത് ഞാൻ ഒരു 2 വർഷം മുന്നേ വാങ്ങിച്ചു വെച്ച സ്പൈറൽ ഓർക്കിഡാണ് കേട്ടോ. പക്ഷേ ഇതുവരെ അത് ഫ്ലവർ ചെയ്തിട്ടില്ല. മറ്റുള്ള ഓർക്കിഡ്സൊക്കെ ഫ്ലവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതുവരെ എനിക്ക് ഫ്ലവർ ചെയ്തിട്ട് കണ്ടിട്ടില്ല കേട്ടോ. എങ്ങോട്ടോ വളർന്നു പോകുന്നുണ്ട്. ഫെർട്ടിലൈസറൊക്കെ ഞാൻ സമയത്തിന് ചെയ്ത് കൊടുക്കുന്നുണ്ട്, പക്ഷേ ഇതുവരെ ചെയ്തിട്ടില്ല. ഇത് ഞാൻ കട്ടിങ്സ് റൂട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇതിലിതേ പുതിയ ഷൂട്ടൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം അതും സക്സസ് ആയിട്ടുണ്ട്. അതുപോലെ ഞാൻ കട്ട് ചെയ്ത് വെച്ച ഈ ഓർക്കിഡൊക്കെ പുതിയ ഷൂട്ട്സ് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ ഇത് വളരുന്നുണ്ട് കേട്ടോ. NPK കൊടുത്തു കഴിഞ്ഞാൽ ഒരു 10-20 ദിവസം കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ കെയർ അത് ചെയ്ത് കൊടുക്കാം. ഗ്രീൻ കെയർ വാങ്ങാൻ കിട്ടും. അത് 13-27 ആണ് കേട്ടോ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. അത് ഈ പറഞ്ഞ പോലെ 1 ടീസ്പൂണ് 1 ലിറ്റർ വെള്ളത്തിലിട്ടിട്ട് നമുക്ക് തണ്ടിലും ഇലകളിലൊക്കെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. പൂക്കളിലൊന്നും സ്പ്രേ ചെയ്ത് കൊടുക്കരുത്. അങ്ങനെ ചെയ്ത് കൊടുത്താൽ നമുക്ക് നന്നായിട്ട് തന്നെ പൂക്കളുണ്ടാവും കേട്ടോ. മഴക്കാലത്ത് നമ്മളധികം ഓർഗാനിക്കായിട്ടുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കാതിരിക്കുക. ഇതുപോലുള്ള വളങ്ങൾ ചെയ്ത് കൊടുക്കട്ടോ. മിറാക്കിൾ ചെയ്ത് കൊടുക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ നല്ല പൂക്കളുണ്ടാവാൻ സഹായിക്കുന്ന നല്ല ഫെർട്ടിലൈസറാണ്. അതുപോലെ തന്നെ സാഫൊക്കെ ഇടയ്ക്ക് നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അതിൻ്റെ ഫംഗസ് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യണത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. അപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇന്നത്തെ വീഡിയോ. ബൈ ബൈ, താങ്ക് യു.